ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേശീയ വാർത്താ ചാനലായ IRINന്റെ തത്സമയ വാർത്താ സംപ്രേഷണം നടക്കുന്നു. അവതാരകയായി ഫ്ലോറിലെത്തിയത് സഹർ ഇമാമി. പൊടുന്നനെ തന്നെ സഹർ ഇമാമി ഓടി രക്ഷപ്പെടുകയാണ്. തൊട്ടുപിറകിൽ ഇസ്രയേൽ നടത്തിയ ഉഗ്ര സ്ഫോടനത്തെ തുടർന്ന് സ്റ്റുഡിയോ തകർന്നു വീഴുന്നു. ആക്രമണത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇറാന്റെ ദേശീയ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാനിലെ IRIN സ്റ്റുഡിയോ കോമ്പൗണ്ടിന് നേരെ മിസൈലുകൾ വർഷിച്ചു. സ്റ്റുഡിയോയിൽ തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനം കെട്ടിടം മുഴുവൻ തന്നെ വലിയ കേടുപാടുകൾ വരുത്തി. പശ്ചാത്തലത്തിൽ അല്ലാഹു അക്ബർ എന്ന് കേൾക്കാമായിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ആയിരിക്കെ ഇസ്രായേൽ സമ്പൂർണ്ണ വ്യോമ മേധാവിത്വം അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ്. ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാർ ഭീതിയോടെ അഭയം തേടി ഓടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം ടെഹ്റാനിലെ ജനങ്ങളോട് അവിടം വിട്ട് ഒഴിയണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങളിലുള്ള ജനങ്ങളോടും ഇറാൻ വിടണം എന്ന് നെതന്യാഹു അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നെതന്യാഹു അഭ്യർത്ഥിച്ച ഈ അഭ്യർത്ഥന ജനങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്ന ഇസ്രായേൽ മിലിറ്ററിയുടെ യുദ്ധ തന്ത്രം മാത്രമാണ് എന്നാണ് ഇറാൻ കരുതുന്നത്. അതേസമയം ഇതേ മുന്നറിയിപ്പ് തിരിച്ച് ഇസ്രായേൽ ജനതക്കും ഇറാൻ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇസ്രായേലിലെ ഈ സ്ഥലങ്ങൾ വിട്ടൊഴിയണം എന്നാണ് ഇറാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ മിലിറ്ററിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ശക്തമായ പോരാട്ടം തന്നെ നടക്കും എന്ന സൂചനകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇറാന്റെ ആകാശം ഇന്ന് ഞങ്ങൾ കൈക്കലാക്കുമെന്നും ഇന്ന് ഇറാന് മിസൈൽ വർഷമോ ബോംബ് വർഷമോ ആയിരിക്കും സംഭവിക്കുക എന്ന് ഇസ്രയേൽ പറയുമ്പോൾ തിരിച്ച് ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണെന്ന് ഇറാനും മുന്നോട്ട് വെക്കുന്നു. തത്വത്തിൽ ഇരു രാഷ്ട്രങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിലും ശക്തമായ യുദ്ധം തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.